ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദ ഡെയിലി ന്യൂസ് ഡെസ്ക്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ന്യൂസിലേക്ക് കിടക്കാം. അതായത് നമുക്കറിയാം, പല പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ റീറൈറ്റിങ് നടക്കുന്നുണ്ട്. അതായത് ഭരിക്കുന്ന പാർട്ടികളാണെങ്കിലും മറ്റു വ്യക്തികളാണെങ്കിലും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളെ ഫുൾഫിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു താല്പര്യങ്ങളെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, പലതരത്തിലുള്ള ഹിസ്റ്ററി റീറൈറ്റിംഗ് ഇന്ത്യയിൽ നടത്താറുണ്ട്. ഓക്കെ, അപ്പം അതിൽ റീസെൻ്റ് ആയിട്ട് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ് മുഗൾസിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ മുഗൾ മോണ്യൂമെന്റ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ മുഗൾ എംപയറിനെ ടാർഗറ്റ് ചെയ്തിട്ടുമുള്ള ഒരു ഹിസ്റ്ററി റീറൈറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമാക്കിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ന്യൂസിലേക്ക് നമുക്ക് പോകാം. ഹിസ്റ്ററി ആസ് എ ബാറ്റിൽ ഫീൽഡ്, ദ പെറിൽസ് ഓഫ് റിവേഴ്സിംഗ് ദ പാസ്റ്റ്. അതായത് ഹിസ്റ്ററി എന്ത് ചെയ്യുവാണ്, ഒരു ബാറ്റിൽ ഫീൽഡിലെ ഒരു വെപ്പൺ ആയിട്ടാണ് ഇപ്പം ഗവൺമെന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ബേസ് ചെയ്തിട്ട് എന്താണ്, സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി റീറൈറ്റിംഗ് നടക്കുന്നുണ്ട്. മാർച്ച് 2025 നമ്മൾ നോക്കുവാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റിവിഷൻസും അതുപോലെ തന്നെ പബ്ലിക് ക്യാമ്പയിൻസ് നടന്നിട്ടുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ടാർഗറ്റിംഗ് മുഗൾ മോണ്യൂമെന്റ്സ് റിഫ്ലക്റ്റിംഗ് എ ട്രെൻഡ് ഓഫ് വെപ്പണൈസിംഗ് ഹിസ്റ്ററി ടു പ്രൊമോട്ട് നാഷണലിസ്റ്റ് നെറേറ്റീവ്സ് റിസ്കിംഗ് ഇൻക്രീസ്ഡ് സോഷ്യൽ പോളറൈസേഷൻ. അതായത് സമൂഹത്തിൽ എന്ത് ചെയ്യുവാണ്, ഒരു സോഷ്യൽ പോളറൈസേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്ത് ചെയ്യാണ്, ഒരു ധ്രുവീകരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു റിവിഷനിസത്തിന്റെ ഡേഞ്ചർ എന്താണ്, ഇതിന്റെ ത്രെറ്റ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്ത് ദ ആർട്ടിക്കിൾ ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ എന്താണ്, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റീഇന്റർപ്രിട്ടേഷൻ, അതായത് നിയമപരമായിട്ട് അല്ലെങ്കിൽ എന്താണ് വളരെ സത്യസന്ധമായിട്ടുള്ള റിവിഷനിങ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പൊളിറ്റിക്കൽ റിവിഷനിസവും ഉണ്ട്. വാർണിംഗ് ദാറ്റ് റീറൈറ്റിംഗ് ഹിസ്റ്ററി ടു റീക്ലെയിം പാസ്റ്റ് ഗ്ലോറി ഹാസ് ലെഡ് ടു മേജർ ഗ്ലോബൽ കോൺഫ്ലിക്ട്സ്. അതായത് ഇപ്പം ഇങ്ങനെ റീറൈറ്റിംഗ് സംഭവിക്കുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി എന്തിലേക്ക് വഴിവെക്കും, പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളിലേക്കും വഴിവെക്കും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാണ് എന്ത്, ക്രൂസൈഡ്സ് ടു നാസി ജർമ്മനി, അതുപോലെ തന്നെ എന്താണ്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർട്ടീഷന്റെ കാര്യത്തിൽ പല ആൾക്കാർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിൽ മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മാറ്റി എഴുതിയതും പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ്, അതായത് ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്റ്റുകളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി ഹിസ്റ്ററിയുടെ ശരിക്കുമുള്ള റോൾ എന്താണ്, സൊസൈറ്റിയിൽ ഈ ഒരു ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്താണ്, ഹിസ്റ്ററി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഹിസ്റ്ററി ആസ് എ ടൂൾ ഓഫ് വെഞ്ചൻസ് ഓർ ഐഡന്റിറ്റി പൊളിറ്റിക്സ്, ഇറ്റ് ഷുഡ് സെർവ് ആസ് എ ഗൈഡ് ടു പ്രിവെന്റ് പാസ്റ്റ് മിസ്റ്റേക്സ്, എൻകറേജിങ് റീകൺസീലിയേഷൻ ഓവർ റിവേഴ്സൽ. അതായത് നമ്മൾ എന്താണ്, നമ്മുടെ മെമ്മറീസ് അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ഡീഡ്സിന് നമ്മൾ എന്തിനു വേണ്ടിയാണ് എടുക്കുന്നത്, നമ്മുടെ ഫ്യൂച്ചറിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സിനെ നമ്മൾ എന്താണ്, ഒരു പാഠങ്ങളായിട്ട് എടുത്തിട്ട് പ്രസന്റിൽ നമ്മൾ എന്താണ്, നല്ല രീതിക്ക് പോകുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ ഹിസ്റ്ററിയെയും എന്ത് ചെയ്യാൻ, ഹിസ്റ്ററിയെയും നമ്മൾ യൂസ് ചെയ്യാം. ഇനി ഈ ഒരു ന്യൂസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് പ്രിലിംസിന്റെ ബേസിസിൽ നോക്കാനുള്ള എന്തൊക്കെയാണ്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് മുഗൾ എംപയറിനെ കുറിച്ചുള്ളതാണ്, എസ്പെഷ്യലി മുഗൾ എംപയറിലെ റൂളേഴ്സിനെ കുറിച്ചിട്ട്. കാരണം UPSC നോർമലി ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും, ഡൈനാസ്റ്റീസും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂളേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ നമുക്ക് ഈ മുഗൾസിനെ എടുക്കുവാണെങ്കിൽ തന്നെ 1526 മുതൽ 1707 വരെയുള്ള കാലഘട്ടം, 1707 വരെയുള്ള കാലഘട്ടത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ദ എറ ഓഫ് ഗ്രേറ്റർ മുഗൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ റൂളേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രേറ്റർ മുഗൾസ് എന്ന് പറയുന്നത്. സോ അവരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യത്തെയാണ് ബാബർ. ബാബറിന്റെ ടൈം പീരീഡ് 1526 to 1530, ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ ആണ്. ഓക്കെ, ഇനി ഹുമയൂണിനെ പറയുവാണെങ്കിൽ ബാബറിന് ശേഷം ഒന്നാണ് ഹുമയൂൺ, 1530 മുതൽ 1540 വരെയും, അതിനുശേഷം 1555 മുതൽ 1556 വരെയും. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബാറ്റിൽസ് ഉണ്ട്, ഒന്ന് ബാറ്റിൽ ഓഫ് ചൗസയും അടുത്തത് ബാറ്റിൽ ഓഫ് കനൗജും. രണ്ടും ഷേർഷാ സൂരിക്ക് എതിരായിട്ടാണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് അക്ബർ. അക്ബറിനെയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ദ മുഗൾസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അക്ബർ വളരെ എന്താ പറയുന്നത്, സെക്യുലർ ആയിരുന്നു. അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മുഗൾ റൂളർ ആയിരുന്നു ആര്, അക്ബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു മുഗൾ എംപയറിന്റെ ഏറ്റവും റിയൽ ആയിട്ടുള്ള കൺസോളിഡേഷനും എക്സ്പാൻഷനും നടത്തിയ റൂളർ ആരാണ്,
അക്ബർ തന്നെയാണ്. ഓക്കെ, അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് അക്ബർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൽ അക്ബർ കൊണ്ടുവന്ന മൻസബദാരി സിസ്റ്റം, അതുപോലെ തന്നെ അക്ബറിന്റെ റിലീജിയസ് പോളിസി, അതായത് റിലീജിയസ് ടോളറൻസ്, സുൽ ഹി കുൽ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സബത്തി സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതൊരു കൾച്ചറൽ പാട്രണേജിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ അക്ബർ എന്ത് ചെയ്തിട്ടുണ്ട്, ആർട്ടിനെയും ആർക്കിടെക്ചറിനെയും ലിറ്ററേച്ചറിനെയും മ്യൂസിക്കിനെയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫത്തേപൂർ സിക്രി ബിൽഡ് ചെയ്ത ആരാണ്, അക്ബർ ആണ്. ഒരു പ്രധാനപ്പെട്ട റൂളാണ് ആര്, ജഹാംഗീർ. ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ പാട്രണേജ് ഓഫ് ആർട്ടാണ്, അതായത് മിനിയേച്ചർ പെയിന്റിങ്സ് ഏറ്റവും ലാവിഷ് ആയിട്ട് വരച്ചേക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്, ജഹാംഗീറിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് ഷാജഹാൻ. ഷാജഹാനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. താജ്മഹൽ ബിൽഡ് ചെയ്ത മുഗൾ റൂളറാണ് ആര്, ഷാജഹാൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഷാജഹാന്റെ കാലഘട്ടത്തെയാണ് നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് മുഗൾ ആർക്കിടെക്ചർ എന്ന് നമ്മൾ പറയുന്നത്. പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻസ് നോക്കുവാണെങ്കിൽ താജ്മഹൽ, റെഡ് ഫോർട്ട് ഇൻ ഡൽഹി, അതുപോലെ തന്നെ ഡൽഹി ജുമാ മസ്ജിദ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തയാണ് ആര്, ഔറംഗസേബ്. റിലീജിയസ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻടോളറൻ്റ് ആയിട്ടുള്ളൊരു മുഗൾ റൂളറാണ് ആര്, ഔറംഗസേബ് എന്ന് പറയപ്പെടുന്നത്. വളരെ റിലീജിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നോക്കുവാണെങ്കിലും ഡ്യൂറേഷൻ ഓഫ് റൂൾ നോക്കുവാണെങ്കിലും ഏറ്റവും കൂടുതൽ ആരാണ്, ഔറംഗസേബിന്റെ കാലഘട്ടമാണ്. അതുപോലെ തന്നെ ജിസിയ റീഇംപോസ് ചെയ്ത മുഗൾ റൂളറാണ് ഔറംഗസേബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഔറംഗസേബിന് ശേഷമാണ് ഈ മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള ആൾക്കാർ എന്തെന്ന് പറയുന്നത്, ഗ്രേറ്റർ മുഗൾസ് എന്ന് പറയുന്നത്. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ GS പേപ്പർ 1 ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ നമുക്ക് നോക്കാനുള്ളത് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സ് ആൻഡ് ഐഡന്റിറ്റി ഓൺ നേഷൻ ബിൽഡിംഗ്. അതുപോലെ തന്നെ GS 2ന്റെ കാര്യത്തിൽ ഇമ്പാക്ട് ഓഫ് കമ്മ്യൂണലിസം, നാഷണലിസം ആൻഡ് ഐഡിയോളജിക്കൽ പോളറൈസേഷൻ ഓൺ സോഷ്യൽ കൊഹഷൻ ആൻഡ് ഗവേണൻസ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയിരിക്കുന്നത് വളരെ ഉപകാരപ്പെടും. അടുത്ത ന്യൂസ് നമ്മുടെ ചൈനയും സിറിയയും അതുപോലെ തന്നെ ഉയ്ഗുർ മുസ്ലിംസും റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. നമുക്കറിയാം ഉയ്ഗുർ മിലിറ്റൻസ് ഗെയിൻ പവർ ഇൻ സിറിയ. അതായത് സിറിയയിൽ ഉണ്ടായിരുന്ന ബഷർ അൽ അസദിന്റെ ഒരു റൂൾ എന്ത് ചെയ്തിരുന്നു, ലോങ് ടൈം റൂൾ ആയിരുന്നു. ആ റൂൾ എന്ത് ചെയ്തു, ഇപ്പം അവസാനിച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പം റൂളിൽ വന്നിരിക്കുന്ന ഉയ്ഗുർ മിലിറ്റൻസ് ആണ്. ഓക്കെ, അവരുടെ ഹെഡിന്റെ അല്ലെങ്കിൽ ആ റിജയം വന്നിരിക്കുന്ന ആരുടെ കീഴിലാണ്, അഹമ്മദ് അൽ ഷാരയുടെ കീഴിലാണ്. ഓക്കെ, അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റഗ്രേറ്റഡ് ഉയ്ഗുർ മിലിറ്റൻസ് ഫ്രം ദ ഈസ്റ്റ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഇൻ ടു ഹിസ് മിലിറ്ററി. അങ്ങനെ വന്നപ്പോഴത്തേക്കും അത് ചൈനയ്ക്കൊരു ത്രെറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ചൈനയുടെ ഈ ഒരു എൻഡിറിച്ച്, അതായത് നമ്മുടെ സിൻജിയാങ് പ്രൊവിൻസിന്റെ ആ ഒരു ഏരിയയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈസ്റ്റ് തുർക്കിസ്ഥാൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിന്റെ ബോർഡറിംഗ് കൺട്രീസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്, കസാഖിസ്ഥാൻ വരുന്നുണ്ട്, കിർഗിസ്ഥാൻ വരുന്നുണ്ട്, താജിക്കിസ്ഥാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് പാകിസ്ഥാൻ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇന്ത്യയുടെ ചെറിയൊരു പോർഷനും വരുന്നുണ്ട്. സോ ഈ ഒരു ഏരിയ സ്ട്രാറ്റജിക്കലി അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ പറയുവാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് ഓഫ് ചൈനയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, ചൈനാസ് ലോങ് സ്റ്റാൻഡിങ് സപ്പോർട്ട് ഫോർ അറബ് കോസസ് എസ്പെഷ്യലി എന്താണ് പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിന്റെ സമയത്തിൽ പാലസ്തീനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു കൺട്രിയാണ് ആര്, ചൈന എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു ബീജിങ്ങിന്റെ സ്ട്രാറ്റജിക് ഡിലമ എന്താണ് നമ്മൾ നോക്കുവാണെങ്കിൽ, once cooperative in US-led counter-terrorism for its Uyghur concerns, now finds its opinions limited. Major players like Israel, Saudi Arabia and UAE are accepting the new regime, forcing China into diplomatic rethink. അതായത് നമ്മളിപ്പോൾ ഈ ഉയ്ഗുർ മുസ്ലിംസിന് അല്ലെങ്കിൽ ഈ ഉയ്ഗുർ മിലിറ്റൻസ് സിറിയയിൽ അധികാരത്തിൽ കയറിയതിനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ആക്ച്വലി എന്താണ്, ഇസ്രായേലും സൗദി അറേബ്യയും UAE ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പുതിയ റിഷൈമിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അത് ചൈനയ്ക്ക് ഒന്നും കൂടി ഒരു തിരിച്ചടിയായിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രധാനമായിട്ടും പ്രിലിംസിന്റെ ബേസിസിൽ നോക്കാനുള്ള ഒരു കാര്യമാണെന്ത്, ETIM അല്ലെങ്കിൽ ഈസ്റ്റ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ്. അതുപോലെ തന്നെ ഈ ഈസ്റ്റ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ് എവിടെയാണ്, ചൈനയിലുള്ള, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിൻജിയാങ് പ്രൊവിൻസിലുള്ള ഒരു സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പാണ്. സീക്കിംഗ് ഇൻഡിപെൻഡൻസ് ഫോർ സിൻജിയാങ് ആൻഡ് ഈസ് ലിങ്ക്ഡ് ടു ഉയ്ഗുർ മിലിറ്റൻസി. ആ ഒരു ഉയ്ഗുർ മിലിറ്റൻസി ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഉയ്ഗുർ മിലിറ്റൻസി ഗ്രൂപ്പുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള കണക്ഷൻസ് ഉള്ള സിൻജിയാങ് പ്രൊവിൻസിൽ കാണുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇത് ഈ ഈസ്റ്റ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ചൈനയുടെ മിഡിൽ ഈസ്റ്റ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത്. ചൈനയുടെ ഏറ്റവും വലിയ ഫോക്കസ് എന്താണ്,
എക്കണോമിക് ആയിട്ടുള്ള ഫോക്കസ് ആണ്. ഓയിൽ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ പെട്രോളിയം പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള മിനറൽസ്, അതിനെയൊക്കെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ചൈന എന്ത് ചെയ്യുന്നത്, ഈ ഒരു മിഡിൽ ഈസ്റ്റിലേക്ക് എൻഗേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ ഇപ്പോഴത്തെ ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിൽ ചൈന യൂസ് ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജി എന്താണ്? നോൺ ഇന്റർവെൻഷനിസ്റ്റ് ഡിപ്ലോമസിയാണ്. എങ്ങനെയാണ് ചൈന അഡോപ്റ്റ്സ് എ പ്രാഗ്മാറ്റിക് നോൺ ഇന്റർവെൻഷനിസ്റ്റ് അപ്രോച്ച് എംഫസൈസിങ് സ്റ്റെബിലിറ്റി ആൻഡ് ബിൽഡിംഗ് ബൈലാറ്ററൽ ടൈസ് വിത്ത് ഓൾ റീജിയണൽ സ്റ്റേറ്റ്സ്, പൊസിഷനിങ് ഇറ്റ്സെൽഫ് ആസ് എ പ്രിഫറബിൾ ആൾട്ടർനേറ്റീവ് ടു വെസ്റ്റേൺ പവേഴ്സ്. അതായത് വെസ്റ്റേൺ പവേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ആരൊക്കെയാണ്? യൂറോപ്പിനെയും US-നെയും കാനഡയെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കുള്ളൊരു ആൾട്ടർനേറ്റീവ് പവർ ആയിട്ടാണ് ചൈനയെ തന്നെ സ്ഥാപിക്കാൻ നോക്കുന്നത് മിഡിൽ ഈസ്റ്റ് റീജിയനിൽ. ചൈന എന്താണ്? ചൈനയുടെ ഒരു പൊളിറ്റിക്കൽ റോള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ, ഇറാനുമായിട്ടുള്ള ടൈസ് ആണെങ്കിലും അതുപോലെ തന്നെ പാലസ്തീനിയൻ കോസിന് വേണ്ടിയിട്ടാണെങ്കിലും ചൈന എന്ത് ചെയ്യുന്നുണ്ട്? വോയിസ് റേസ് ചെയ്തിട്ടുണ്ട്. സോ ചൈന എന്ത് ചെയ്യുകയാണ്? ചൈനയുടെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്റ്റാൻസ് അല്ലെങ്കിൽ ചൈനയുടെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എങ്ങോട്ടേക്കും കൊണ്ടെത്തിക്കുന്നുണ്ട്? മിഡിൽ ഈസ്റ്റിലേക്കും കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? GST IRL ഇന്റർനാഷണൽ റിലേഷൻസ് നമുക്ക് നോക്കാനുള്ളത് ചൈനയുടെ ഫോറിൻ പോളിസി, ദ ഇംപ്ലിക്കേഷൻ ഓഫ് ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് ഗെയിനിങ് ലെജിറ്റിമസി ആൻഡ് ദ ഇമ്പാക്ട് ഓഫ് ഗ്രേറ്റ് പവർ റിവൽറി ഓൺ ഗ്ലോബൽ കൗണ്ടർ ടെററിസം. അതായത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ എന്താണ്? താലിബാനാണ് ഭരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ഉയ്ഗുർ മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇപ്പം എവിടെ വന്നിരിക്കുന്നത്? സിറിയയിൽ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്താണ്? ടെററിസ്റ്റ് ഗ്രൂപ്പ്സിനൊക്കെ ഒരു ലെജിറ്റിമസി ഇപ്പം കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക്, മെയിൻസിന്റെ ടോപ്പിക്ക് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക. അടുത്ത എന്താണ്? ഇന്ത്യസ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഇൻ വെസ്റ്റ് ഏഷ്യ എമിസ് ഗ്രോയിങ് ചൈനീസ് ആൻഡ് വെസ്റ്റേൺ ഇൻവോൾവ്മെന്റ്. അതായത് ഇന്ത്യയുടെ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ GS3 ഇന്റേണൽ സെക്യൂരിറ്റിയിൽ ദ ഗ്ലോബൽ സ്പ്രെഡ് ഓഫ് റാഡിക്കൽ ഐഡിയോളജീസ് ആൻഡ് ദ ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ഗ്ലോബൽ ജിഹാദ് ആൻഡ് റീജിയണൽ കോൺഫ്ലിക്റ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി നമുക്കറിയാം പാകിസ്ഥാനുമായിട്ട് നമുക്ക് ടെററിസം ബേസിൽ ഒരു വളരെ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈസ്റ്റ് തുർക്കിസ്ഥാൻ റീജിയൻ നമ്മൾ കണ്ടിരുന്നു. അതായത് ആ ഒരു ചൈനയുടെ സിൻജിയാങ് പ്രൊവിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയ, അതുമായിട്ട് ആ ഒരു ഏരിയയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതെന്താണ്? സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അടുത്ത നമ്മുടെ ന്യൂസ് ഏതാണ്? നമ്മുടെ RTIയുടെ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസാണ്. എന്താണ് പറഞ്ഞത്? അൺനെസസറി ചേഞ്ച് എന്നാണ്. അമെൻഡിങ് ദ RTI ആക്ട് ത്രൂ ദ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ ഈസ് അൺവാറന്റഡ്. ഓക്കെ, അൺവാറന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ന്യൂസിൽ എന്താ പറയുന്നത് നോക്കാം. ഡൈല്യൂഷൻ ഓഫ് RTI വിയ DPDP Act, the Detailed Personal Data Protection Act 2023, specifically Section 44(3) has amended Section 8(1)(j) of the RTI Act, allowing government authorities to deny access to personal information without considering public interest, weakening a key safeguard of the RTI framework. അതായത് RTIയുടെ ഒരു ഏറ്റവും കീ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിനെ തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ ഒരു പുതിയ അമെൻമെന്റ് ഇല്ലാതാക്കിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ ആയിട്ട് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 44(3)യും അതുപോലെ തന്നെ Section 8(1)(j)യും ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ത്രെറ്റ് ടു ട്രാൻസ്പെറൻസി, അതായത് നമുക്കറിയാം RTI കൊണ്ടുവന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ട്രാൻസ്പെറൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ട്രാൻസ്പെറൻസി എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഒരു അമെൻമെന്റിലൂടെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അണ്ടർ ദ ഒറിജിനൽ RTI ആക്ട് എവരി പേഴ്സണൽ ഇൻഫർമേഷൻ കുഡ് ബി ഡിസ്ക്ലോസ്ഡ് if public interest outweighed privacy. Example എന്താണ്? Exposing fake degrees or caste certificates of public servants. The amendment removes this balancing clause, potentially allowing arbitrary denial of information. ഇപ്പം നമ്മൾ ചോദിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇനി മുതൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് പബ്ലിക് ഇൻട്രസ്റ്റിനെ ബാധിക്കും, അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കും, ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്, ഒരാളുടെ പ്രൈവസിയെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനി മുതൽ അങ്ങോട്ടേക്ക് അത് ഡിനൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു RTI റിക്വസ്റ്റിനെ ഡിനൈ ചെയ്യാൻ സാധിക്കും. അതാണ് ഇപ്പം ഒരു പ്രധാനപ്പെട്ട ത്രെറ്റ് ആയിട്ട് നമ്മൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണ്? misuse of privacy clause. Critics argue that the vague definition of personal information under DPDP could allow authorities to evade accountability by hiding key governance related data, contrary to the spirit of KS Puttasamy judgment that balanced privacy and transparency. നമുക്കറിയാം KS Puttasamy ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സുപ്രീം കോർട്ട് പ്രൈവസിയും ട്രാൻസ്പെറൻസിയും ബാലൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുവാണ്? പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ള കാര്യത്തിന് ഈ ഒരു ടേമിന് എന്ത് ചെയ്തിരിക്കുകയാണ്? ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അതായത് അക്കൗണ്ടബിലിറ്റിയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഓഫ് ഗവൺമെന്റ്സിനെ എന്ത് ചെയ്യും?
ഇത് ബാധിക്കും. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്, RTI ആക്ട് 2005 സെക്ഷൻ 8(1)J എന്താണെന്ന് നോക്കുക. എന്താണ് എക്സംഷൻ ഫോർ പേഴ്സണൽ ഇൻഫർമേഷൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സം ഡിസ്ക്ലോസർ ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ ഇഫ് ഇറ്റ് ഹാസ് നോ റിലേഷൻഷിപ്പ് ടു എനി പബ്ലിക് ആക്ടിവിറ്റി ഓർ ഇൻട്രസ്റ്റ് ഓർ ഇറ്റ് വുഡ് കോസ് അൺവാറന്റഡ് ഇൻവേഷൻ ഓഫ് ദ പ്രൈവസി. അങ്ങനെ അൺവാറന്റഡ് ഇൻവേഷൻ, അത്രയ്ക്കും സിവിയർ കേസസ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളായിരുന്നു, അതായത് ഈ ഒരു പ്രൈവസി ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുകയുള്ളായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോഴത്തെ പുതിയ അമെൻമെന്റ് അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? അതായത് പ്രൈവസി എന്നുള്ള ഒരൊറ്റ കൺസേൺ പറഞ്ഞുകൊണ്ട് പേഴ്സണൽ ഇൻഫർമേഷന് അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഡേറ്റ കൊടുക്കാതിരിക്കാൻ സാധിക്കും. ഇനി അടുത്ത നമുക്ക് എന്താണ് നോക്കാനുള്ള, DPDP ആക്ടിലെ സെക്ഷൻ 44(3) എന്താണെന്ന് നോക്കാം. റെസ്ട്രിക്ഷൻ ഓൺ പേഴ്സണൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ റെസ്ട്രിക്ട്സ് എനി കോർട്ട് ഓർ ട്രൈബ്യൂണൽ ഫ്രം റിക്വയറിംഗ് ദ ഡിസ്ക്ലോഷർ ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ ഇഫ് സച്ച് ഡിസ്ക്ലോഷർ കുഡ് എനേബിൾ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ഡേറ്റ പ്രിൻസിപ്പിൾ. അതായത് ഏത് കോർട്ടിലാണെങ്കിലും ഏത് ട്രൈബ്യൂണലിലാണെങ്കിലും എന്ത് കൊടുക്കില്ല, പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കില്ല. കാരണം എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? കൂടുതലായിട്ട് പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈവസിക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഓക്കെ. ഇനി KS പുട്ടുസ്വാമി കേസ് എന്നാണ് 2017 ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രൈവസി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അക്കൗണ്ടബിലിറ്റിനെയും അതുപോലെ തന്നെ പ്രൈവസിനെയും സുപ്രീം കോർട്ട് ബാലൻസ് ചെയ്തിരുന്നത് എന്തിന്റെ ബേസിസിലായിരുന്നു? അതായത് ട്രാൻസ്പെറൻസിനെയും പ്രൈവസിയെയും ബാലൻസ് ചെയ്തത് KS പുട്ടുസ്വാമി കേസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതിനകത്താണ് സുപ്രീം കോർട്ട് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റൈറ്റ് ടു പ്രൈവസിയെ കൊണ്ടുവരുന്നുണ്ട്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഇമ്പാക്ട് ഓഫ് ലോസ് ഓൺ RTI. RTIയിൽ മറ്റ് ലോസ് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു? ഷോ ഹൗ ന്യൂ ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് ക്യാൻ വീക്കൻ ട്രാൻസ്പെറൻസി ഇൻ ഗവേണൻസ്. അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ വേഴ്സസ് റൈറ്റ് ടു പ്രൈവസി, നീഡ് ഫോർ ബാലൻസ്ഡ് ലെജിസ്ലേഷൻ, നോട്ട് ഡോമിനൻസ് ഓഫ് one over another. പിന്നെ റോൾ ഓഫ് സിവിൽ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ആക്ടിവിസ്റ്റ് ആൻഡ് പബ്ലിക് പ്രഷർ ടു പ്രിസർവ് അക്കൗണ്ടബിലിറ്റി മെക്കാനിസംസ്. ഇതൊക്കെയാണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ന്യൂസ് നമ്മുടെ സ്പേസ് ഫ്ലൈറ്റിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ന്യൂസാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞിടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സുനിത വില്യംസും അതുപോലെ തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞിടയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? സുനിത വില്യംസും അതുപോലെ തന്നെ ബാരി വിൽമൂറും ഭൂമിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വളരെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാൻഡ് ചെയ്ത സമയത്ത് നാസയുടെ സേഫ് റിട്ടേൺ ഹൈലൈറ്റ്സ് പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഹൈലൈറ്റഡ് ദ ക്രിട്ടിക്കൽ റോൾ ഓഫ് ഹിഡൻ സേഫ്റ്റി പ്രോട്ടോകോൾസ് ഇൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റിൽ യൂസ് ചെയ്യുന്ന എന്താണ് ഹിഡൻ സേഫ്റ്റി പ്രോട്ടോകോൾസിന്റെ റോൾ എന്താണെന്നുള്ളത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്? ISRO's ഗഗൻയാൻ ലേണിംഗ് ഫ്രം ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ്. നമ്മളിപ്പോൾ അടുത്ത ഗഗൻയാൻ മിഷൻ നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്കും ഇങ്ങനെ ഇന്റർനാഷണലി നമുക്ക് ഏതൊക്കെയാണ് ബെസ്റ്റ് പ്രാക്ടീസസ് ഉള്ളത്, ഏതൊക്കെയാണ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്, ആ ടെക്നോളജീസ് ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഈ ഒരു പ്രൊജക്ട്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലോഞ്ചിങ്ങിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഇന്ത്യ എന്ത് ചെയ്യും? വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇനി ഗ്ലോബൽ ഇൻസിഡൻസ് ഷേപ്പ് ISRO's സ്ട്രാറ്റജീസ്. അതായത് ഇപ്പം നോർമലി ഗ്ലോബലി നടക്കുന്ന പല ഇൻസിഡൻസും, ഗ്ലോബലി നടക്കുന്ന സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല അച്ചീവ്മെന്റ്സും അല്ലെങ്കിൽ പല ഡെവലപ്മെന്റ്സും അല്ലെങ്കിൽ പല ഫെയിലിയേഴ്സും അതൊക്കെ ISRO എന്ത് ചെയ്യുന്നുണ്ട്? ISROന്റെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ISROയുടെ പ്ലാൻസ് സ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ISRO യൂസ് ചെയ്യാറുണ്ട്. എന്താണ് പാസ്റ്റ് ഇൻസിഡൻസിലേക്ക് അപ്പോളോ 1, Soyuz T10 and Blue Origin NS-23 have influenced ISRO's approach, ensuring redundancy and emergency preparedness at every stage of ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് എന്താണ്? ഗഗൻയാന്റെ മിഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ക്രൂ മൊഡ്യൂൾ. ക്രൂ മൊഡ്യൂൾ എങ്ങനെയാണ്? എ ഹാബിറ്റബിൾ സ്പേസ് ക്രാഫ്റ്റ് വിത്ത് ലൈഫ് സപ്പോർട്ട്, എൻവയോൺമെന്റൽ കൺട്രോൾ ആൻഡ് എമർജൻസി മിഷൻ അബൌട്ട് കേപ്പബിലിറ്റീസ്. അതുപോലെ തന്നെ ഡിസൈൻഡ് ടു ക്യാരി എത്ര ആസ്ട്രോനോട്ട്സ് ആണ്? 2 to 3 ആസ്ട്രോനോട്ട്സ് ഫോർ എ 3-day മിഷൻ ഇൻ ലോ എർത്ത് ഓർബിറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഗഗൻയാൻ മിഷൻ പോകുന്നത്. ഫീച്ചേഴ്സ് എ ഡബിൾ വോൾഡ് സ്ട്രക്ചർ വിത്ത് എ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഫോർ റീ എൻട്രി. ഇനി ഗഗൻയാനിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലോ ഹൈ ആൾട്ടിറ്റ്യൂഡ് എസ്കേപ്പ് മോട്ടോഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സോളിഡ് റോക്കറ്റ് മോട്ടോഴ്സ് ആണ് പാർട്ട് ഓഫ് ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഡിസൈൻഡ് ഫോർ എ റാപ്പിഡ് ഹൈ ത്രസ്റ്റ് ടു പുൾ ദ ക്രൂ മൊഡ്യൂൾ അവേ ഫ്രം ദ ലോഞ്ച് വെഹിക്കിൾ ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ അസെന്റ് ഫേസസ്. ഇനി ഈ ഒരു ഗഗൻയാൻ മിഷന്റെ റീ എൻട്രി പ്രോസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂ മൊഡ്യൂൾ വിൽ സെപ്പറേറ്റ് ഫ്രം ദ സർവീസ് മൊഡ്യൂൾ ബിഫോർ റീ എൻറ്ററിംഗ് എർത്ത് അറ്റ്മോസ്ഫിയർ. ഇറ്റ് വിൽ യൂട്ടിലൈസ് എ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം ടു വിത്ത്സ്റ്റാൻഡ് ഇന്റൻസ് ഹീറ്റ് ആൻഡ് ഡിപ്ലോയ് പാരഷൂട്ട്സ് ഫോർ എ കൺട്രോൾഡ് സ്പ്ലാഷ് ഡൗൺ ഇൻ ദ ഇന്ത്യൻ ഓഷൻ ഫോർ റിക്കവറി. നമ്മൾ ഇന്ത്യൻ ഓഷനിലേക്കാണ് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്പ്ലാഷ് ഡൗൺ നമ്മൾ
പ്ലാൻ ചെയ്യുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ട്രാക്ടർ ടൈപ്പ്, അതുപോലെ തന്നെ പുഷർ ടൈപ്പ് ക്രൂ എസ്കേപ്പ് സിസ്റ്റംസ്. എന്താണ് ഈ ട്രാക്ടർ ടൈപ്പ് അല്ലെങ്കിൽ പുഷർ ടൈപ്പ് ക്രൂ എസ്കേപ്പ് systems. Tractor type എന്താണ്? Escape rocket is mounted on top of the crew module and pulls it away from the launch vehicle used in missions like Apollo and Soyuz. ഇനി pusher type നോക്കുവാണെങ്കിൽ escape system is located below the crew module and pushes it from the launch vehicle. SpaceX Dragon 2 utilizes a pusher type system with its Super Draco engines. ഇനി ഗഗൻയാനിന്റെ ക്രൂ എസ്കേപ്പ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സ് ട്രാക്ടർ ടൈപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതെന്താണ്? റോക്കറ്റ് എവിടെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്? മൗണ്ടഡ് ഓൺ ടോപ്പ് ഓഫ് ദ ക്രൂ മൊഡ്യൂൾ. ക്രൂ മൊഡ്യൂളിന്റെ ടോപ്പിലാണ് റോക്കറ്റ് മൗണ്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മൾ ട്രാക്ടർ ടൈപ്പ് എന്ന് നമ്മൾ പറഞ്ഞത്. സിസ്റ്റം വിത്ത് ക്വിക്ക് ആക്ടിങ് ഹൈ ബേൺ റേറ്റ് സോളിഡ് മോട്ടോഴ്സ് ഇൻക്ലൂഡിങ് എന്താണ്? Low escape motors mounted at the top of the crew module to ensure rapid separation in an emergency. ഇതാണ് നമ്മൾ എന്താണ് ട്രാക്ടർ ടൈപ്പ് എസ്കേപ്പ് സിസ്റ്റം. അതുപോലെ തന്നെ ഇതാണ് പുഷർ ടൈപ്പ് എസ്കേപ്പ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ ക്രൂ മൊഡ്യൂളിന് മേലെ എന്ത് ചെയ്തേക്കുന്നത്? റോക്കറ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ട്രാക്ടർ ടൈപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കണം? GS3 സയൻസ് ആൻഡ് ടെക്കിൽ നോക്കാനുള്ളത് ഇന്ത്യസ് അഡ്വാൻസ്മെന്റ് ഇൻ സ്പേസ് ടെക്നോളജി, അതുപോലെ തന്നെ സേഫ്റ്റി ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഇൻ മാൻഡ് സ്പേസ് മിഷൻസ്, അതുപോലെ സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റർനാഷണൽ കൊളാബറേഷൻ ആൻഡ് ലേണിംഗ് ഫ്രം ഗ്ലോബൽ മിഷൻസ് ഇൻ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാംസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത ന്യൂസ് ഇന്ത്യയിലെ സ്റ്റബിൾ ബേണിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസാണ്. സ്റ്റബിൾ ബേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? ഹൗ ഗവൺമെന്റാലിറ്റി exacerbates the problem of farmers stubble burning. Stubble burning എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. സ്റ്റബിൾ ബേണിംഗ് ആൻഡ് പൊല്യൂഷൻ എക്സസ്. എവറി ഇയർ ഇൻ October to November, stubble burning in Punjab and nearby states significantly worsens air pollution in Delhi and the Indo-Gangetic Plain, contributing up to 35% of particulate matter 2.5 levels during peak season. അതായത് ഒക്ടോബർ നവംബർ ടൈമിൽ നോക്കുവാണെങ്കിൽ സ്റ്റബിൾ ബേണിംഗ് വളരെയധികം കൂടുതലുള്ളൊരു ടൈം ആയിരിക്കും. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഡൽഹി പൊല്യൂഷനിൽ അല്ലെങ്കിൽ ഇൻഡോ ഗാൻജറ്റിക് റീജിയനൊക്കെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ 35% പർട്ടിക്കുലേറ്റ് മാറ്ററും ആഡ് ചെയ്യുന്ന എന്താണ്? ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സിസ്റ്റമിക് റൂട്ട്സ് ഓഫ് ദ ക്രൈസിസ്. ദ ഇഷ്യൂ ഇസ് ഇൻ ജസ്റ്റ് ഫാമർ നെഗ്ലിജൻസ്, ഇറ്റ്സ് റൂട്ടഡ് ഇൻ സിസ്റ്റമിക് മാർക്കറ്റ് ഫെയിലിയേഴ്സ്. MSP driven monoculture of rice and wheat, lack of affordable alternatives and dependency on middlemen push farmers towards stubble burning as a സർവൈവൽ ടാക്ടിക്. ശരിക്കും ഈ സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയുന്ന സാധനം അവിടുത്തെ ഫാമേഴ്സ് എന്താണ്? ഒരു സർവൈവൽ ടാക്ടിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള പ്രതിസന്ധികളെയും മറികടക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ്? വേറെ വഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റബിൾ ബേണിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിന്റെ വേ ഫോർവേഡ് അല്ലെങ്കിൽ വേ ഫോർവേഡ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സ്ട്രക്ചറൽ ആൻഡ് മാർക്കറ്റ് റിഫോംസ് ആണ്. ദ സ്റ്റഡി സജസ്റ്റ് ഇൻസെന്റിവൈസിങ് എ സ്റ്റബിൾ ബേസ്ഡ് എക്കോണമി. എക്സാമ്പിൾ എന്താണ്? പെല്ലറ്റ്സ്, ഫോഡർ, പാക്കേജിങ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ സ്റ്റബിളിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യണം? ഒരു സ്റ്റബിൾ ബേസ്ഡ് എക്കോണമി നമ്മൾ ഇംപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇംപ്രൂവിംഗ് പ്രൈസ് മെക്കാനിസംസ് ആൻഡ് ഇൻവോൾവിംഗ് സോഷ്യോ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ കൺസംഷൻ പാറ്റേൺസ് എമംഗ് ഫാമേഴ്സ്. ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് എന്താണ്? പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 ഫൈൻ പാർട്ടിക്കിൾസ് മാറ്റർ വിത്ത് എ ഡയമീറ്റർ ഓഫ് 2.5 micrometers or less, posing significant health risks due to its ability to penetrate deep into the lungs and bloodstream, a major component of air pollution often originating from combustion sources. കമ്പഷൻ നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പുറത്തേക്ക് വരുന്ന പർട്ടിക്കുലേറ്റ് മാറ്റർ ആണ് എന്ത്? പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 എന്ന് പറയുന്നത്. അത് നമ്മുടെ ലങ്സിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ബോഡി സിസ്റ്റത്തിലേക്കും കയറി ചെല്ലാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാനുള്ളത് എന്താണ്? ഇൻവേർഷൻ ലെയർ എന്താണ്? എ മെറ്റീരിയോളജിക്കൽ ഫിനോമിനൻ വേർ എ ലെയർ ഓഫ് വാമർ എയർ ട്രാപ്സ് കൂളർ എയർ നിയർ ദ ഗ്രൗണ്ട്, പ്രിവെന്റിംഗ് ദ വെർട്ടിക്കൽ ഡിസ്പേർഷൻ ഓഫ് പൊല്യൂട്ടൻസ് ആൻഡ് ലീഡിംഗ് ടു എ ബിൽഡപ്പ് ഓഫ് സ്മോഗ് ആൻഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഇൻവേർഷൻ, അതായത് ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് നമ്മൾ പറയുന്നത്. നോർമൽ കണ്ടീഷനിൽ എങ്ങനെയാണ്? വാം എയർ ആയിരിക്കും എർത്തിന്റെ സർഫസിനോട് അടുത്തുണ്ടായിരിക്കുന്നത്. അവിടെ നിന്ന് മേലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറഞ്ഞു വരും, എയറിന്റെ കൂൾനെസ് കൂടി വരും, കൂൾ ആയിരിക്കും പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്താണ്? നോർമൽ ലാപ്സ് റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ടെമ്പറേച്ചർ ഇൻവേർഷന്റെ സമയത്ത് എന്തായിരിക്കും? വാം എയർ ആയിരിക്കും മേളത്തെ ലെയറിലുള്ളത്, അതിന്റെ താഴെയായിരിക്കും എന്ത് വരുന്നത്? ഈ ഒരു കൂളർ എയർ വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇത് സ്മോക്ക് കണ്ടീഷനിലേക്ക്
കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5ന്റെ ബിൽഡപ്പിനും ഇത് വഴി തിരിച്ചുവിടും. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ള മറ്റൊരു കാര്യം എന്താണ് MSP സിസ്റ്റം ആണ്, മിനിമം സപ്പോർട്ട് പ്രൈസ്. ഗവൺമെന്റ് ഇന്റർവെൻഷൻ നമ്മൾ നോക്കാം. എ ഫോം ഓഫ് മാർക്കറ്റ് ഇന്റർവെൻഷൻ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു എൻഷുർ റെമ്യൂണറേറ്റീവ് പ്രൈസസ് ടു ഫാമർ ഫോർ ദെയർ ക്രോപ്സ്. നമ്മൾ MSP നോക്കുകയാണെങ്കിൽ എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഗവൺമെന്റ് എന്ത് ചെയ്യുവാണ്, ചില ക്രോപ്സിന് ഒരു മിനിമം പ്രൈസ് ഗവൺമെന്റ് എൻഷുർ ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫാമേഴ്സിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഗവൺമെന്റ് അത് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ് പ്രൊക്യൂർമെന്റ് മെക്കാനിസം. ദ ഗവൺമെന്റ് പ്രൊക്യൂർ സർട്ടൻ ക്രോപ്സ് ഫ്രം ഫാമേഴ്സ് അറ്റ് ദ അനൗൺസ്ഡ് MSP. ഒരു MSP പ്രഖ്യാപിച്ചിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും ആ ക്രോപ്സിനെ പ്രൊക്യൂർ ചെയ്യും. എന്നിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും, അതിനെ സ്റ്റോർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇൻഫ്ലുവൻസ് ഓഫ് ക്രോപ്പിംഗ് പാറ്റേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാൻ ഇൻസെന്റിവൈസ് ദ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് വിത്ത് അഷ്യൂർഡ് MSP പൊട്ടൻഷ്യലി ലീഡിംഗ് ടു മോണോകൾച്ചർ ആൻഡ് ലാർജ് വോളിയൂംസ് ഓഫ് ക്രോപ്പ് റെസിഡ്യൂ. അതായത് നമ്മളിപ്പോൾ MSP പ്രഖ്യാപിച്ചു. MSP പ്രഖ്യാപിക്കുന്ന ക്രോപ്സുകളുടെ കൾട്ടിവേഷൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കൂടും. കാരണം ഗവൺമെന്റ് എന്ത് ചെയ്യും, അതിനെ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്ത് ഗവൺമെന്റ് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അതിനെ പ്രൊക്യൂർ ചെയ്യും. അതുകൊണ്ട് MSP പ്രഖ്യാപിക്കുന്ന ക്രോപ്സിന്റെ കൾട്ടിവേഷൻ വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്രോപ്സിന്റെ ക്രോപ്പ് റെസിഡ്യൂ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, സ്കീംസും പ്രോഗ്രാംസിനെയും ബേസ് ചെയ്തിട്ട് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം ആണ്. ക്രോപ്പ് റെസിഡ്യൂ മാനേജ്മെന്റ് ഈസ് എ കീ ഫോക്കസ് അണ്ടർ എന്താണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം to reduce particulate matter 2.5 emissions from agricultural burning. Financial and technical assistance for alternative residue management practices can be linked. ഇനി crop diversification program വരുന്നുണ്ട്. എന്താണ് promoting alternative cropping patterns can reduce the reliance on crops that generate large amounts of residue burned in specific season. MSP policies could be aligned to incentivize diversification. നമ്മൾ ഗവൺമെന്റ് എന്ത് ചെയ്യണം, MSP പോളിസീസിനെ എങ്ങനെ അലൈൻ ചെയ്യണം, ടു ഇൻസെന്റിവൈസ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻസെന്റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അലൈൻ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ നമുക്ക് പൊല്യൂഷനൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അടുത്ത എന്താണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. ദിസ് സ്കീം സപ്പോർട്ട്സ് ദ അഡോപ്ഷൻ ഓഫ് മോഡേൺ അഗ്രികൾച്ചറൽ മെഷീനറി ഇൻക്ലൂഡിംഗ് ദോസ് യൂസ്ഡ് ഇൻ സിറ്റു ക്രോപ്പ് റെസിഡ്യൂ മാനേജ്മെന്റ്. എക്സാമ്പിൾ എന്താണ് ഹാപ്പി സീഡർ, ബെയിലർ ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഫിനാൻഷ്യൽ സപ്പോർട്ട് അണ്ടർ ദിസ് സബ്മിഷൻ ക്യാൻ ബി ക്രൂഷ്യൽ ഫോർ ഫാമേഴ്സ് ടു അവോയ്ഡ് ബേണിംഗ്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള എന്തൊക്കെയാണ്, GS2 ഗവേണൻസ് ആൻഡ് പോളിസീസിൽ ഫെയിലിയർ ഓഫ് പോളിസി ഡിസൈൻ, MSP ഇഷ്യൂസ്, അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റോൾസ്. GS3 എൻവയോൺമെന്റ് ആൻഡ് അഗ്രികൾച്ചർ, സ്റ്റബിൾ ബേണിംഗ്, എയർ പൊല്യൂഷൻ, സസ്റ്റൈനബിൾ ഫാമിംഗ് ആൻഡ് മാർക്കറ്റ് ഇൻഎഫിഷ്യൻസീസ്. അടുത്തത് നമുക്കറിയാം റീസെന്റ് ആയിട്ട് RBI എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 50 ബേസിസ് പോയിന്റ്സ് റിപ്പോ റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ആണ്. ബാങ്ക്സ് പാസ്ഡ് ഓൺ RBI റേറ്റ് കട്ട് ബെനിഫിറ്റ് ടു ബോറോവേഴ്സ്, ലോൺസ് ടു ഗെറ്റ് ചീപ്പർ. നമുക്കറിയാം ഈ റിപ്പോ റേറ്റ് കട്ട് ചെയ്തപ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി ആരെയാണ് ബെനിഫിറ്റ് ചെയ്തത്, ബോറോവേഴ്സിനെ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് സമ്മറി നമ്മൾ നോക്കുകയാണെങ്കിൽ റിപ്പോ റേറ്റ് കട്ട് ട്രിഗേഴ്സ് ലെൻഡിംഗ് റേറ്റ് റിഡക്ഷൻ ഫോളോയിങ് RBI's 50 ബേസിസ് പോയിന്റ് റിപ്പോ റേറ്റ് കട്ട് ഇൻ 2025. മേജർ ബാങ്ക്സ് ലൈക്ക് SBI, Bank of India and Bank of Maharashtra have reduced their lending rates. Example എന്താണ്, SBI's repo linked rate is now 8.25. ഇനി ഇത് നോക്കുവാണെങ്കിൽ ഡെപ്പോസിറ്റ് റേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ലോവർഡ് അക്രോസ് ബാങ്ക്സ് ഹാവ് ഓൾസോ കട്ട് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് എസ്പെഷ്യലി ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് SBI ആൻഡ് HDFC ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, FD ആൻഡ് സേവിങ്സ് അക്കൗണ്ട് റേറ്റ്സ് കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തപ്പോഴത്തേക്ക് അത് ആരെ അഫക്ട് ചെയ്തു, അഫക്റ്റിംഗ് റിട്ടേൺസ് ഫോർ ഡെപ്പോസിറ്റേഴ്സ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ റിട്ടേൺസിനെ അത് ബാധിച്ചു. ഇനി എന്താണ്, നമ്മൾ മോണിറ്ററി പോളിസി സ്റ്റാൻസിന്റെ ഷിഫ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പം RBI എന്താണ് ചെയ്തിരിക്കുന്നത്, ഇപ്പം RBI ഒരു അക്കോമഡേറ്റീവ് ആയിട്ടുള്ള മോണിറ്ററി പോളിസിയാണ് ഇപ്പം സ്വീകരിച്ചിരിക്കുന്നത്. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ടൈറ്റ് റേറ്റ്സ് ഇൻഡിക്കേറ്റിംഗ് ആൻഡ് അറ്റംപ്റ്റ് ടു ബൂസ്റ്റ് ഗ്രോത്ത് ആൻഡ് എമിറ്റ് ഈസിംഗ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഈസി ചെയ്യുവാണ്. ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും കൂടും. പക്ഷേ RBIയുടെ ലക്ഷ്യം എന്താണ്, ടു ബൂസ്റ്റ് ഗ്രോത്ത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പം ഒരു അക്കോമഡേറ്റീവ് ആയിട്ടുള്ള മോണിറ്ററി പോളിസി RBI സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെയാണ് റിപ്പോ റേറ്റ്, ലെൻഡിംഗ് റേറ്റ് ടു ബാങ്ക്സ്. നമുക്കറിയാം റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലെൻഡ്സ് മണി ടു കൊമേഴ്സ്യൽ ബാങ്ക്സ് ഫോർ ഷോർട്ട് പീരിയഡ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻഫ്ലേഷൻ കൺട്രോൾ ടൂൾ ആയിട്ടാണ് RBI യൂസ് ചെയ്യുന്നത്. RBI യൂസസ് ദ റിപ്പോ റേറ്റ് ടു മാനേജ് ഇൻഫ്ലേഷൻ, ഇൻക്രീസിംഗ് ഇറ്റ് മേക്ക് ബോറോയിങ് കോസ്റ്റ്ലിയർ ഫോർ ബാങ്ക്സ്, റെഡ്യൂസിംഗ് മണി സപ്ലൈ. ഇനി ലോൺ റേറ്റ്സ് നോക്കുവാണെങ്കിൽ ലോൺ റേറ്റ്സിന്റെയൊക്കെ ബെഞ്ച് മാർക്കാണ് എന്ത്, നമ്മൾ ഈ റിപ്പോ റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ചേഞ്ചസ് ഇൻ ദ റിപ്പോ റേറ്റ് ഓഫൻ ഇൻഫ്ലുവൻസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൺ വേരിയസ് ലോൺസ്. അതായത് ഹോം ലോൺ ആണെങ്കിലും ഓട്ടോ ലോൺ ആണെങ്കിലും പേഴ്സണൽ ലോൺ ആണെങ്കിലും ഓഫേർഡ് ബൈ ബാങ്ക്സ്. അതായത് റിപ്പോ റേറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഹോം ലോണിന്റെയും ഓട്ടോ ലോണിന്റെയും അതുപോലെ തന്നെ പേഴ്സണൽ ലോണിന്റെയും ഒക്കെ റേറ്റ്സ് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ത് ചെയ്യും, ചേഞ്ച് ആവും.
ഇനി അടുത്തയാണെന്ത് എക്സ്റ്റേണൽ ബെഞ്ച്മാർക്ക് ലെൻഡിങ് റേറ്റ്, ഫ്ലോട്ടിംഗ് ലോൺ റേറ്റ് ആണ്. ബെഞ്ച്മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ലിങ്ക്ഡ് ടു ആൻ എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ബൈ ബാങ്ക്സ് ഫോർ പ്രൈസിംഗ് ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺസ്. ഇനി ഇതിന്റെ ട്രാൻസ്പെറൻസിയും ട്രാൻസ്മിഷനും നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ടു ഇംപ്രൂവ് ട്രാൻസ്പെറൻസി ഇൻ ലെൻഡിംഗ് ആൻഡ് എൻഷുർ ഫാസ്റ്റർ ട്രാൻസ്മിഷൻ ഓഫ് മോണിറ്ററി പോളിസി ചേഞ്ചസ് ടു ബോറോവേഴ്സ്. ഡയറക്റ്റ് ലിങ്ക് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്താണ് എക്സ്റ്റേണൽ ബെഞ്ച്മാർക്ക് ലെൻഡിംഗ് റേറ്റ് ലിങ്ക്ഡ് ലോൺസ് ചേഞ്ച് directly with fluctuations in the chosen external benchmark. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് റേറ്റ്സ് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ടേം ഡെപ്പോസിറ്റ്സ്. നമ്മൾ ടേം ഡെപ്പോസിറ്റ്സ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് നമുക്കൊരു ടേം ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ആ ഫിക്സഡ് ടേം ഡെപ്പോസിറ്റ്സിന്റെ മേലെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ടേം ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫേർഡ് ബൈ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ്സ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഇതെന്താണ്? വേരിയൂ ബൈ ടെന്യൂർ ആൻഡ് ബാങ്ക്. ഇതിന് ടെന്യൂർ, അതായത് ഈ ടെന്യൂർ ഡെപ്പോസിറ്റ്സിന് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സിന്റെ ടെന്യൂർ അനുസരിച്ചിട്ടും ഓരോ ബാങ്കിന്റെയും പോളിസി അനുസരിച്ചിട്ടും ഈ റേറ്റ്സ് എന്ത് ചെയ്യും? വ്യത്യാസം വരും. ദീസ് റേറ്റ്സ് വേരി ബേസ്ഡ് ഓൺ ഡെപ്പോസിറ്റ് ടെന്യൂർ, amount deposited and the specific bank or financial institutions. Influenced by monetary policy. Monetary policyക്ക് ഈ ഒരു ടേം ഡെപ്പോസിറ്റ്സിന്റെ ഇൻട്രസ്റ്റിന് മേലെ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. വൈൽ ഫിക്സഡ് ഫോർ ഡെപ്പോസിറ്റ് പീരിയഡ് ദീസ് റേറ്റ്സ് ആർ ജനറലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഓവറോൾ മോണിറ്ററി പോളിസി സ്റ്റാൻഡ്സ് ആൻഡ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള മറ്റൊരു കാര്യം എന്താണ്? റോൾ ഓഫ് RBI ഇൻ മോണിറ്ററി പോളിസി, ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. മോണിറ്ററി പോളിസിന്റെ ഫോർമുലേഷൻ ഇംപ്ലിമെന്റേഷൻ ആരാണ്? RBI ആണ് വഹിക്കുന്നത്. RBI ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോർമുലേറ്റിംഗ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് മോണിറ്ററൈസിംഗ് ദ മോണിറ്ററി പോളിസി ഓഫ് ഇന്ത്യ. ഇനി പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് RBIയുടെ? പ്രൈസ് സ്റ്റെബിലിറ്റി ആണ്. ദ മെയിൻ എയിം ഓഫ് മോണിറ്ററി പോളിസി ഈസ് ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കൺട്രോൾ ഇൻഫ്ലേഷൻ വൈൽ കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രോത്ത്. ഇനി ടൂൾസ് എന്തൊക്കെയാണ്? RBI യൂസ് ചെയ്യുന്ന ഈ ഒരു ഇൻഫ്ലേഷൻ കൺട്രോൾ ടൂൾസ് ഏതൊക്കെയാണ്? ഒന്നാണ് എന്ത്? റിപ്പോ റേറ്റ്, മറ്റൊന്ന് റിവേഴ്സ് റിപ്പോ റേറ്റ്, പിന്നെ ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മാനേജ് മണി സപ്ലൈ ആൻഡ് ക്രെഡിറ്റ് ഇൻ ദ എക്കോണമി. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താ നോക്കാനുള്ളത്? GS പേപ്പർ 3 എക്കോണമിയിൽ മോണിറ്ററി പോളിസി ഇമ്പാക്ട് ഓൺ ക്രെഡിറ്റ് സേവിങ്സ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ ട്രാൻസ്മിഷൻ ഓൺ RBI റേറ്റ് കട്ട്സ് ത്രൂ ദ ബാങ്കിങ് സിസ്റ്റം, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് സേവേഴ്സ് ആൻഡ് ബോറോവേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ്. ന്യൂസ് എന്താണ്? മിനിയേച്ചർ ലേസർ ഗ്രോൺ ഓൺ ടു സിലിക്കൺ ചിപ്പ് കുഡ് റെവല്യൂഷനൈസ് കമ്പ്യൂട്ടിംഗ്. അതിന്റെ ന്യൂസ് നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ത്രൂ ഇൻ സിലിക്കൺ ഫോട്ടോണിക്സ് ആയിട്ടാണ് പറയുന്നത്. സയന്റിസ്റ്റ് ഹാവ് സക്സസ്ഫുള്ളി ഗ്രോൺ മിനിയേച്ചറൈസ്ഡ് ലേസേഴ്സ് ഡയറക്ട്ലി ഓൺ സിലിക്കൺ ചിപ്സ്, സോൾവിംഗ് എ ഡിക്കേഡ്സ് ഓൾഡ് ചലഞ്ച് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ലൈറ്റ് സോഴ്സസ് ഇൻ ടു ഫോട്ടോണിക് ചിപ്സ്, എൻഹാൻസിംഗ് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി ഇൻ ഡേറ്റ ട്രാൻസ്മിഷൻ. ഇതെന്താണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കെയിലബിൾ ആൻഡ് ഇൻഡസ്ട്രി കോമ്പാക്റ്റബിൾ പ്രോസസ് ആണ്. മെത്തേഡ് യൂസസ് സ്റ്റാൻഡേർഡ് CMOS മാനുഫാക്ചറിംഗ് ആൻഡ് ട്രാപ്സ് മെറ്റീരിയൽസ് ഡിഫെക്ട്സ് യൂസിംഗ് നാനോമീറ്റർ സ്കെയിൽ ട്രെഞ്ചസ് അലോവിംഗ് 300 functional lasers on a single 300 millimeter wafer, a significant leap for mass production. Mass production വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇമ്പാക്ട് ഓൺ ഫ്യൂച്ചർ ടെക് എന്താണ്? ദിസ് ഇന്നോവേഷൻ ക്യാൻ ബൂസ്റ്റ് കമ്പ്യൂട്ടിംഗ് പെർഫോമൻസ് ആൻഡ് റെഡ്യൂസ് എനർജി യൂസ് ഇൻ ഡേറ്റാ സെന്റേഴ്സ് വിത്ത് പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെൻസേഴ്സ് ആൻഡ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്നാമത്തെയാണ് എന്ത്? സിലിക്കൺ ഫോട്ടോണിക്സ്. എന്താണ് സിലിക്കൺ ഫോട്ടോണിക്സ്? ഡേറ്റ ട്രാൻസ്മിഷൻ വയ ലൈറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിലിക്കൺ ഫോട്ടോണിക്സ് എന്ന് പറയുന്നത്. യൂസ് ഫോട്ടോൺസ് അല്ലെങ്കിൽ ലൈറ്റ് പാർട്ടിക്കിൾസ് ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രോൺസ് ടു ട്രാൻസ്മിറ്റ് ഡേറ്റ വിത്തിൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് ഓവർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എനേബിളിംഗ് ഹയർ സ്പീഡ്സ് ആൻഡ് ബാൻഡ്വിഡ്ത്ത്. ഇനി ഇന്റഗ്രേഷൻ വിത്ത് CMOS ലിവറേജസ് എക്സിസ്റ്റിംഗ് കോസ്റ്റ് എഫക്റ്റീവ് CMOS എന്താണ്? കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് പ്രോസസർ ഫോർ മാസ് പ്രൊഡക്ഷൻ ഓഫ് ഫോട്ടോണിക് ചിപ്സ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ഒപ്റ്റിക്കൽ ഇന്റർകണക്ട്സ് ഇൻ ഡാറ്റാ സെന്റേഴ്സ്, അതുപോലെ ഫോട്ടോണിക് സെൻസേഴ്സ്. എവിടെയാണ് നമുക്ക്? ലിഡാർ, അതുപോലെ തന്നെ ബയോ സെൻസിങ്, അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് പൊട്ടൻഷ്യലി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഈ ഒരു സിലിക്കോൺ ഫോട്ടോണിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോണിക്സിന്റെ ഡെവലപ്മെന്റ് നമുക്ക് എവിടെയും യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ വരെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള മറ്റൊരു കാര്യമാണ് എന്ത്? ഫോട്ടോൺസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫോട്ടോൺസ് എന്താണ്? ലൈറ്റിന്റെ പാർട്ടിക്കിൾസ് ആണ്. മാസ്ലെസ്, travel at speed of light in vacuum,
carry electromagnetic energy and are the fundamental particles of light. ലൈറ്റിന്റെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആയിട്ടാണ് നമ്മൾ എന്തിനെ പറയുന്നത്, ഫോട്ടോൺസിനെ പറയുന്നത്. ഇനി ഇലക്ട്രോൺസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് വിത്ത് മാസ് ആൻഡ് എ നെഗറ്റീവ് ചാർജ് റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രിക്കൽ കറന്റ് ആൻഡ് ട്രാവൽ മച്ച് സ്ലോവർ ദാൻ ലൈറ്റ് ഇൻ എ മീഡിയം. ഇത് നമ്മൾ ഏറ്റവും കീ ആയിട്ടുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഫോട്ടോൺസ് ഓഫർ ഹയർ സ്പീഡ് ആൻഡ് ബാൻഡ്വിഡ്ത്ത് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ കമ്പയർഡ് ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഫ്ലോ ഇൻ ട്രഡീഷണൽ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോൺസിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനേക്കാൾ 10 മടങ്ങ് അല്ലെങ്കിൽ വളരെയധികം സ്പീഡാണ് എന്തിന്റെ ട്രാൻസ്മിഷൻ, ഫോട്ടോൺസിന്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്, ബാൻഡ് ഗ്യാപ്പ് എന്താണ്, എനർജി ഡിഫറൻസ് ആണ്. ഇൻ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ദ ബാൻഡ് ഗ്യാപ്പ് ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് വെയർ ഇലക്ട്രോൺസ് ആർ നോർമലി ലൊക്കേറ്റഡ് ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ് വെയർ ഇലക്ട്രോൺസ് ക്യാൻ മൂവ് ഫ്രീലി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അടുത്ത എന്താണ്, ഡിറ്റർമൈൻസ് കണ്ടക്ടിവിറ്റി. ഈ ഒരു ബാൻഡ് ഗ്യാപ്പ് ആണ് കണ്ടക്ടിവിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദ സൈസ് ഓഫ് ദ ബാൻഡ് ഗ്യാപ്പ് dictates a material's electrical conductivity. Large gap എന്താണ്, ഇൻസുലേറ്റർ, സ്മോൾ ഗ്യാപ്പ് സെമി കണ്ടക്ടർ, നോ ഗ്യാപ്പ് ആണെങ്കിൽ നമ്മൾ കണ്ടക്ടർ എന്നും പറയും. ഇനി ക്രൂഷ്യൽ ഫോർ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ദ ബാൻഡ് ഗ്യാപ്പ് എനർജി ഡിറ്റർമൈൻസ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഇൻ ലൈറ്റ് എ സെമി കണ്ടക്ടർ ക്യാൻ അബ്സോർബ് ഓർ എമിറ്റ് ഫണ്ടമെന്റൽ ടു ഡിവൈസസ് ലൈക്ക് LEDs ആൻഡ് ലേസേഴ്സ്. ബാൻഡ് ഗ്യാപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സെമി കണ്ടക്ടറിന് എത്രത്തോളം എമിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യാനും സാധിക്കും. ഇതെന്താണ്, നമ്മൾ LEDസിന്റെയും ലേസേഴ്സിന്റെയും ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇനി CMOS എന്താണ്, സെമി കണ്ടക്ടർ ടെക്നോളജിയാണ്. എ വൈഡ്ലി യൂസ്ഡ് ടെക്നോളജി ഫോർ ഫാബ്രിക്കേറ്റിംഗ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് യൂസിങ് കോംപ്ലിമെന്ററി പെയേഴ്സ് ഓഫ് P ടൈപ്പ് ആൻഡ് N ടൈപ്പ് മോസ്ഫെറ്റ്സ്. അതെന്താണ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ്. ഇനി ലോ പവർ കൺസപ്ഷൻ ആണ്. CMOസിന് എന്താണ്, വളരെ കുറച്ച് പവറേ ആവശ്യമുള്ളൂ. നോൺ ഫോർ ഇറ്റ്സ് ലോ സ്റ്റാറ്റിക് പവർ ഡിസിപ്പേഷൻ മേക്കിംഗ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഇലക്ട്രോണിക്സ്. ഈ CMOസിന് തന്നെയാണ് നമ്മൾ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ മൈക്രോ പ്രൊസസ്സേഴ്സ്, മെമ്മറി ചിപ്സ്, ഇമേജ് സെൻസേഴ്സ് ആൻഡ് ഇൻക്രീസിംഗ്ലി ഇന്റഗ്രേറ്റഡ് വിത്ത് ഫോട്ടോണിക്സ് ഫോർ അഡ്വാൻസ്ഡ് ഫംഗ്ഷനാലിറ്റീസ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി എന്ത് ചെയ്യാം, ഇത് പലതരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒബ്ജക്ട്സിനും അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിനും എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം ഈ ഒരു ടെക്നോളജി. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്കിൽ നമുക്ക് എന്തൊക്കെ നോക്കാനുണ്ട്, ആപ്ലിക്കേഷൻസ് ഓഫ് എമർജിംഗ് ടെക്നോളജീസ് ഇൻ സെക്ടേഴ്സ് ലൈക്ക് കമ്പ്യൂട്ടിംഗ് ആൻഡ് എനർജി, അതുപോലെ തന്നെ ഇൻഡിജിനസ് ഇന്നോവേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് മാനുഫാക്ചറിംഗ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ചലഞ്ചസ് ഇൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് എസ്പെഷ്യലി ഇൻ മെറ്റീരിയൽ സയൻസ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് ഡെസ്ക് അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നാളെ കാണാം. ഗുഡ് ബൈ.